ഇനി അർരിജാല് കവ്വാമൂന, അർരിജാല് പുരുഷന്മാരാകുന്നത്, കവ്വാമൂന എന്ന് വെച്ചാൽ നല്ല ശക്തരാണെന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസല്ലത്തൂന അധികാരം നൽകപ്പെട്ടവരാണ്, അലന്നിസായി സ്ത്രീകളുടെ മേൽ. എങ്ങനെയാണ് അപ്പം പുരുഷന്മാരെന്താ ചെയ്യുക? അവർ അദ്ദിബൂനഹുന്ന സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കുന്നു, യഹ്ദൂന അവർ തടയുന്നു, അലാ ഐദീഹിന്ന സ്ത്രീകളെ. അപ്പം യഹ്ദൂന പിടിക്കുന്നു, അലാ ഐദീഹിന്ന അവരുടെ കൈകളുടെ മേൽ പിടിക്കുന്നു എന്ന് വെച്ചാൽ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അവരെ തടഞ്ഞു വെക്കുന്നു എന്നാണ്. അപ്പോൾ അഹദ അല യദ് എന്ന് വെച്ചാൽ അറബിയിൽ അങ്ങനെയാണ് പ്രയോഗം, തടയുക എന്നാണ്. സ്ത്രീകളെ തടയുക എന്ന് വെച്ചാൽ അവർ വേണ്ടാവൃത്തികൾ ചെയ്യുന്നതിനെ തൊട്ട്, വീടിൽ നിന്നും അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നതിനെ തൊട്ട് പുരുഷന്മാർ തടയുന്നില്ലേ? അപ്പം പുരുഷന്മാർക്ക് അതിനൊക്കെ അധികാരം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്തത്? ബിമാ ഒന്നുകൊണ്ട്, ഫല്ലലല്ലാഹു അള്ളാഹു ശ്രേഷ്ഠം നൽകിയിരിക്കുന്നു, ബഅലഹും അവരിൽ ചിലർക്ക്, അലാ മറ്റു ചിലരെക്കാൾ. അപ്പോൾ ചിലർക്കാൾ ശ്രേഷ്ഠത നൽകും. അതായത് ബി തഫ്ളീലി അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത നൽകുന്നത് കൊണ്ട്, ലഹും പുരുഷന്മാർക്ക്, അലിഹിന്ന സ്ത്രീകളുടെ മേൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാർ അള്ളാഹു ശ്രേഷ്ഠരാക്കി. അതുകൊണ്ട് ബിൽ ഇൽമു കൊണ്ട് കൂടുതലും വിജ്ഞാനം പുരുഷന്മാർക്കായിരിക്കും. ആയിഷ ബീവി, അതുപോലെ തന്നെ നഫീസത്തുൽ മിസ്രി, അങ്ങനെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വനിതകളും കുറച്ച് മുഹദ്ദിസീങ്ങളുണ്ട്. മുഹദ്ദിസീങ്ങളിൽപ്പെട്ട കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്, വളരെ ന്യൂനപക്ഷമാണ്. അപ്പം ഇൽമു കൊണ്ട് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വൽ അക്ലി ബുദ്ധി കണ്ട, നാക്കിസാത്തുൽ അക്ലി വദ്ദീനി എന്ന നിബിധങ്ങൾ അവർ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ദീനും അക്കലും കുറഞ്ഞവരാണ് സ്ത്രീകളെന്ന്. അപ്പം അക്കലും കുറഞ്ഞവരായിരിക്കും. വൽ വിലായത്ത് അധികാരം, വഗൈരി ദാലിക അതല്ലാത്ത ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്ത്രീകളെക്കാൾ പുരുഷന് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വബിമാ പിന്നെ എന്തുകൊണ്ട്? വബിമാ അൻഫഖൂ അലൈഹിന്ന ഈ പുരുഷന്മാർ സ്ത്രീകളുടെ മേലെ ചെലവഴിച്ച്, ആ ചെലവഴിക്കലിൻ്റെ പേരിലും. കാരണം ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവ് നൽകുന്നു അല്ലേ? ഒരു വീട്ടിൽ ഗൃഹനാഥൻ ബാക്കിയുള്ളവർക്ക് ചിലവ് നൽകുന്നു, അങ്ങനെ മിനമ്പാലയും തങ്ങളുടെ സമ്പത്തിൽ നിന്നും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പുരുഷൻ ഇങ്ങനെ അധികാരം ലഭിച്ചത്. എന്തായാലും ഫസാലിഹാത്ത് മിൻഹുന്ന ഈ സ്ത്രീകളിൽ നിന്നും സച്ചരിതകളായ ആളുകൾ. കാനിത്താത്തുൻ എന്ന് വെച്ചാൽ, കനത്താന്ന് വെച്ചാൽ നല്ല താഅത്ത് അല്ലേ? കുനൂത്ത് എന്ന് വെച്ചാൽ താഅത്ത് എന്ന് മാനുണ്ട്. താ ആണെങ്കിൽ എന്താണ്? അത് നിരാശ എന്നാണ്. അത് നമ്മൾ പറയും വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ, നമ്മൾ നീ നിരാശ, അത് താ ആണ്, നിരാശ ഉള്ള ആളുകളിൽ പെടുത്തരുത് എന്ന്. ഇവിടെ അതല്ല, ഇവിടെ ഖാനിതാത്ത് എന്ന് വെച്ചാൽ മുത്തിആത്ത് വഴിപ്പെടുന്ന ആളുകൾ. അസ്വാജിഹിന്ന തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വഴിപ്പെടുന്ന ആളുകളാണ്. സ്ത്രീകളിൽ നിന്നുള്ള സാലിഹാത്ത് സച്ചരിതകളായ സ്ത്രീകൾ ആരാണ്? തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വഴിപ്പെടുന്നവരാണ്. ഹാഫിളാത്തുൽ ഗൈബിനെ സൂക്ഷിക്കുന്നവരാണ്. ഗൈബ് എന്ന് വെച്ചാൽ മറഞ്ഞ സമയം അല്ലേ? മറഞ്ഞ സമയം, മറഞ്ഞ വേളയെ സൂക്ഷിക്കുന്നവരാണ്. അതായത് ശരിക്കും അർത്ഥം എന്താണ് ഇവിടെ? ലിഫുറൂജിഹിന്ന തങ്ങളുടെ ഫർജുകൾ, തങ്ങളുടെ ഗുഹ്യ അവയവങ്ങളെ സൂക്ഷിക്കുക. വൈരി അതല്ലാത്തതിന് ഫി ഗൈബത്തി അസ്വാജിഹിന്ന തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ. അപ്പോൾ അസാന്നിധ്യത്തെ സൂക്ഷിക്കാന്ന് വെച്ചാൽ അസാന്നിധ്യത്തെയാണ് ശരിക്കും സൂക്ഷിക്കുന്നത്, അല്ല അസാന്നിധ്യത്തിൽ ഈ ഫർജിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും? സൂക്ഷിക്കും. അങ്ങനെയുള്ള ആളുകളാണ് സ്ത്രീകളിലെ സാലിഹാത്ത്. അതെങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നത്? ബിമാ ഒന്നുകൊണ്ട്, ഹഫിള ലഹുന്നല്ലാഹു അല്ലേ? ഹാഫിള ലഹുന്ന അള്ളാഹു അവരെ സംരക്ഷിച്ചിരിക്കുന്നു. ഹാഫിള ലഹുന്ന അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നു. അതിനാണ് അള്ളാഹിൻ്റെ സംരക്ഷണം വരുന്നത്. അത് ഹൈസു ഔസാ അലിഹിന്ന അള്ളാഹു അവരുടെ മേൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കാര്യത്തിൽ അള്ളാഹു വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ല അസ്വാജ ഭർത്താക്കന്മാരെ അവരെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹുടെ വസിയത്ത് അല്ലേ? അള്ളാഹുടെ വസിയത്ത് കൊണ്ട് പുരുഷന്മാർ ചെയ്യുന്നു. ഒരു അള്ളാഹുവിൻ്റെ ഈ ഒരു വസിയത്ത് നിമിത്തം, അള്ളാഹുവിൻ്റെ സുരക്ഷ കൊണ്ടാണ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ ഫർജുകളെ സൂക്ഷിക്കുന്നത് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ. അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി വല്ലാത്തി ഒരു കൂട്ടം ഭാര്യമാരാകുന്നത്, തഹാഫൂന നിങ്ങൾ പേടിക്കുന്നു, നുഷൂസഹുന്ന അവരുടെ പിണക്കത്തെ, അവർ പിണങ്ങിക്കഴിയുമെന്ന് നിങ്ങൾ പേടിക്കുന്നു. ഇസിയാനഹുന്ന അല്ലേ? ഇസിയാനഹുന്ന ലക്കും അവർ നിങ്ങളോട് എതിര് പ്രവർത്തിക്കലിനെ നിങ്ങൾ പേടിക്കുന്നു. എങ്ങനെ? ബി അൻ ലഹറത്ത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നത്? ബി അൻ ലഹറത്ത് പ്രകടമാകലുകൊണ്ട്, അമാറാത്തുഹു ആ നുഷൂസിൻ്റെ പിണക്കത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമാകലുകൊണ്ട്. അങ്ങനെയുള്ള ആളുകളോ അങ്ങനെയുള്ള ഭാര്യമാരാകുന്നത് ഫൈലൂഹുന്ന നിങ്ങൾ അവരെ ഉപദേശിക്കണം. ഫഹവിഫൂഹുന്ന നിങ്ങൾ അവരെ ഹവിഫൂഹൻ അള്ളാഹിനെ വെച്ച് നിങ്ങൾ പേടിപ്പിക്കണം. അള്ളാഹിനെ വെച്ച് പേടിക്കുക, അള്ളാഹുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അള്ളാഹുടെ ഈദും ഒക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക. വഹ്ജുറൂഹുന്ന നിങ്ങൾ അവകളെ ആ സ്ത്രീകളെ ഭാര്യമാരെ ഒഴിവാക്കുക. ഫിൽ മലാജി കിടപ്പറകളിൽ. എന്നിട്ട് എഴുത്തസിലു നിങ്ങൾ മാറണം. ഇലാ ഫിറാഷിൻ ആഹർ മറ്റൊരു വിരിപ്പിലേക്ക്, അവളോട് ഒരുമിച്ച് കിടക്കരുത്. എപ്പോൾ ഇൻ അൽഹർന നുഷൂസ് അവർ ഈ സ്ത്രീകളെന്ത്? ഇൻ അൽഹർന അവർ ലാഹിറാക്കിയാൽ, അൽഹർന നുഷൂസ പിണക്കത്തെ അവർ വെളിവാക്കിയാൽ. വദരിബൂഹുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കണം. ലർബൻ ഒരടി അല്ലേ? അങ്ങനെയുള്ള അടി. ഗൈറ മുബരിഹിൻ
മുറിവുണ്ടാക്കാത്തതായ അടി അടിക്കണം. എപ്പോൾ ഇല്ലം യർജിഇന ആ ഭാര്യമാർ മടങ്ങിയിട്ടില്ലെങ്കിൽ ബിൽ ഹജിറാൻ എന്തുകൊണ്ട് ഈ ഹജറാൻ പിണക്കം കൊണ്ട് പിണക്കമല്ല ഒഴിവാക്കലും ഉണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ കിടക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ അവരെന്താകും ചിലപ്പോൾ ഭർത്താവിനെ വഴിപ്പെടും. പക്ഷേ എന്നിട്ട് ഒഴിവാക്കൽ കൊണ്ടും അവർ മടങ്ങി വന്നില്ല, ഭർത്താവിനോട് നല്ല രൂപത്തിൽ തിരിച്ചു വന്നില്ല, അതായത് വീണ്ടും പണങ്ങി തന്നെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലുള്ള പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പായിട്ട് മുറിവില്ലാത്ത അടി അടിക്കാൻ പറ്റുള്ളൂ. ഫൈൻ അത്തഅനക്കും ഇനി അവർ നിങ്ങൾക്ക് വഴിപ്പെട്ടാൽ ഫീമ ഒന്നിൽ ഒരു കാര്യത്തിൽ യുറാദു ഉദ്ദേശിക്കപ്പെടുന്നു മിൻഹുന്ന അവരിൽ നിന്നും യുറാദു ആ കാര്യം ഉദ്ദേശിക്കപ്പെടുന്നു മിൻഹുന്ന അവരിൽ നിന്നും. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഏതൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നത് അതിനവർ വഴങ്ങിയാൽ നിങ്ങൾ അനുസരിച്ചാൽ ഫലാ തബ്ഗൂ നിങ്ങൾ ആഗ്രഹിക്കരുത്, തത്രിബു നിങ്ങൾ തേടരുത്, അലൈഹിന്ന ആ ഭാര്യമാർക്കെതിരെ സബീല ഒരു മാർഗത്തിൽ തരീക്ക ഒരു വഴിയും. എങ്ങനത്തെ വഴി? ഇലാ റബ്ബിഹിന്ന അവരെ അടിക്കുന്നതിലേക്കുള്ള ഒരു വഴിയെ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. ളുൽമൻ അക്രമപരമായിട്ട് അടിക്കുന്ന ഒരു വഴിയും നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹ നിശ്ചയ അല്ലാഹു തആല കാന അലിയ്യൻ അള്ളാഹു ഉന്നതനാണ്, കബീറ വലിയവനാണ്. ഫഹ്ദറൂഹു ആകയാൽ നിങ്ങൾ അവനെ പേടിക്കണേ. അയ്യു ആക്കിബക്കും അഥവാ അവൻ നിങ്ങളെ ശിക്ഷിക്കലിനെ. ഇൻ ലലംതുമൂഹുന്ന നിങ്ങളുടെ ഭാര്യമാർ അവരോട് അതായത് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചാൽ. ഇനി വൈൻ ഖിഫ്തും നിങ്ങൾ പേടിച്ചാൽ, അലംതും നിങ്ങൾ അറിഞ്ഞാൽ, ഷിഖാക്ക എന്ന് വെച്ചാൽ ഖിലാഫ അഭിപ്രായ വ്യത്യാസം, ബൈനിഹിമ അവർക്ക് രണ്ടുപേർക്കും ഇടയുടെ അഭിപ്രായ വ്യത്യാസം എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ബൈന സൗജൈനി ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ നമുക്ക് മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ കുറച്ച് ദുഷ്കരമാണ്. വലിയ ഇലാഫത്ത് ഇവിടുത്തെ ഇലാഫത്ത് ഉണ്ടല്ലോ ഇത്തിസാന് വേണ്ടിയാണ് ഇവിടുത്തെ ഇലാഫത്ത് എന്ന്. ഇത്തിസ എന്ന് വെച്ചാൽ നമ്മൾ ഈ മക്രുല്ലൈലി അല്ലേ, രാത്രിയുടെ ചതി ശരിക്കും രാത്രിയുള്ള ചതിയാണോ? അല്ല, മക്രും ഫില്ലയിലാണ്, രാത്രിയിലുള്ള ചതിയായിരിക്കും, വേറെ ആരുടെയും ചതിയായിരിക്കും. ഇപ്പോൾ ഞാനൊരാളെ ചതിച്ചു അല്ലെങ്കിൽ ഒരു കുതന്ത്രം പ്രയോഗിച്ചു, അതാണല്ലോ മക്ർ, കുതന്ത്രം പ്രയോഗിക്കുക. കുതന്ത്രമാണ് കുറച്ചും കൂടെ നല്ല മാനം. അപ്പം കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് രാത്രിയിലേക്കും ചേർക്കാറുണ്ട് ആ ലർഫിൻ്റെ പേരിൽ. അതുപോലെ ഇവിടെ ലർഫിലേക്ക് ഇലാഫത്ത് ചെയ്താണ്. അങ്ങനെ ഇത്തിസായിന് വേണ്ടി ഇലാഫത്ത് ചെയ്യാറുണ്ട്. ഒരു മജാസിൻ്റെ രൂപമൊക്കെ വരും മക്രുല്ലയിൽ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഷിക്കാക്കൻ, അപ്പോൾ അവിടെ ശരിക്കും എന്താണ് ഈ ഷിക്കാക്കം ബൈനഹുമ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ. ഷിക്കാക്കിനെ നിങ്ങൾ പേടിച്ചാൽ, അഭിപ്രായ വ്യത്യാസത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസാരസ്യത്തെ നിങ്ങൾ പേടിച്ചാൽ, ഫബഅസൂ അങ്ങനെ പേടിച്ചാൽ നിങ്ങൾ അയക്കുക, ഇലൈഹിം ആ രണ്ടുപേരിലേക്കും ഭാര്യയിലേക്കും ഭർത്താവിലേക്കും, ബിരിലാഹും അവർ രണ്ടുപേരെ തൃപ്തിയോടുകൂടി വേണം അയക്കാൻ, തൃപ്തിയോടുകൂടി അയക്കുക. ഹക്കമൻ ഒരു വിധികർത്താവിനെ, റജുലൻ അതിലൊരു നീതിമാനായ ഒരാളെ, മിൻ അഹ്ലിഹി എന്ന് വെച്ചാൽ ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരെന്ന് വെച്ചാൽ അക്കാരിബി ഭർത്താവിൻ്റെ കുടുംബക്കാരിൽ നിന്നും, വഹക്കമൻ മിൻ അഹ്ലിഹ അതായത് ഭർത്താവിൻ്റെ അക്കാരിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിൻ്റെ ആരെങ്കിലും മതി, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ മതി. പിന്നെ വഹക്കമൻ മിൻ അഹ്ലിഹ പിന്നെ അവളുടെ അഹ്ലിൽ നിന്നും അവളുടെ ഭാഗത്തു നിന്നും അവളുടെ വക്താക്കളിൽ നിന്നും ഒരാളെയും. അപ്പോൾ അവിടെ ഒരു റജുലിൻ അതിലായിരിക്കണം, അല്ലാതെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീയല്ല, ഒരു പുരുഷന്. അങ്ങനെ നിങ്ങൾ അയക്കുക. എന്നിട്ട് വയുവക്കിലു സൗജു ഭർത്താവ് വക്കാലത്ത് ഏൽപ്പിക്കുക, ഹക്കമഹു തൻ്റെ ഭാഗത്തു നിന്നുള്ള ഹക്കമിനെ ഏൽപ്പിക്കുക. ഏതിലൊക്കെ വക്കാലത്ത് ഏൽപ്പിക്കുക? ഫി തലാഖിൻ തലാഖ് എല്ലാമുള്ള അധികാരം കൊടുക്കുക. കബൂലി ഇവലിൻ അലൈഹി ആ തലാഖിൻ്റെ പേരിലുള്ള ഇവല് പകരം കിട്ടാനുള്ള സാധനത്തിനെ സ്വീകരിക്കാനും വക്കാലത്താക്കുക. എന്നിട്ട് തുവക്കിലു ഹിയ ഈ ഇവൾ ഭാര്യ എന്ത് ചെയ്യണം? വക്കാലത്താക്കണം. ഹക്കമഹ തൻ്റെ ഭാഗത്തു നിന്നുള്ള ഹക്കമിനെ ഏൽപ്പിക്കണം. ഫിൽ ഇഖ്തിലായി സ്വീകരിക്കുന്ന ഹുൽ ആവുന്ന വിഷയത്തിൽ ഹുലു വാങ്ങുക, ഹുലു സ്വീകരിക്കുക എന്നൊക്കെ പറയൂലേ. അതായത് ഇവിടെ രണ്ടുപേരും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ വരിക, ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഒരാൾ വരിക, അവർ ചർച്ച ചെയ്യാം. നടപടിയില്ലാന്ന് തോന്നിയാൽ തലാഖിനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹക്കമിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് പൈസ വാങ്ങുമല്ലോ, ഹുൽ ആവുമ്പം ആ ഹുലിന് പൈസ തിരിച്ച് പകരം വാങ്ങുമല്ലോ. അപ്പം എന്നിട്ട് പൈസ കൊടുത്തിട്ട് ഹുൽ ആവാനുള്ള അധികാരം, ഹുൽ വാങ്ങാനുള്ള പൈസ കൊടുത്തിട്ട് ഹുൽ വാങ്ങാനുള്ള അധികാരമാണ് ഇഖ്തിലാന് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ഹക്കമിന് വക്കാലത്താക്കിയിട്ടുള്ള ഭാര്യ. അങ്ങനെ ഫൈജിത്തഹിദാനി അവർ രണ്ടുപേരും പരിശ്രമിക്കണം, അതായത് മസ്ലഹത്തൊക്കെ ഉണ്ടാക്കാൻ അവർ പരിശ്രമിക്കണം. എന്നിട്ട് വയമറാനി ലാലിമ അവർ രണ്ടുപേരും ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള രണ്ട് ഹക്കമും അവർ കൽപ്പിക്കണം. അല്ലാലിമ അക്രമിയോട് ബിറുജീൻ മടങ്ങാൻ വേണ്ടി കൽപ്പിക്കണം. ഔ യുഫരിഖാനി അല്ലെങ്കിൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? യുഫരിഖാനി ഫർക്കുണ്ടാക്കണം, അതായത് ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കണം. ഇൻ റഅയാഹു
ഇൻ റആയാഹു അവർ രണ്ടുപേര് അതിനെയാണ് കണ്ടതെങ്കിൽ, അതായത് അതാണ് നന്നായിട്ട് അവർക്ക് തോന്നിയെങ്കിൽ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഫറക്കാക്കാം. കാലത്ത് അല്ലാഹു താല പറഞ്ഞു, ഈ യുരീദ ഐ അതായത് അൽ ഹക്കമാനി അവർ രണ്ടുപേരും ഉദ്ദേശിച്ചാൽ, രണ്ട് ഹക്കമ ഉദ്ദേശിച്ചാൽ ഇസ്ലാഹിനെ ഉദ്ദേശിച്ച്, അതായത് അവർ രണ്ടുപേരുടെ ഇടയിൽ രഞ്ജിപ്പിനുണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉദ്ദേശിച്ചാൽ യുഫഖില്ലാഹു ബൈനഹുമ അവർ രണ്ടുപേരുടെ ഇടയിൽ, അതായത് ബൈന സൗജൈനി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകും. അതായത് യുഖദ്ദിറും അവർക്ക് രണ്ടുപേർക്കും ശക്തി കഴിവ് നൽകും. അലാമ ഒന്നിൻ്റെ മേൽ ഹുവ അത് അത്താഅത്തു അത് താഅത്താണ് വഴിപ്പെടലാണ്. അപ്പോൾ വഴിപ്പെടാനുള്ള ശക്തി നൽകും. അതെന്തിനാൽ? താഅത്ത് മിൻ ഇസ്ലാഹിൻ അനുരഞ്ജനത്തിനാലോ, അതായത് പരസ്പരം നന്മ പ്രവർത്തിക്കുക, ഔ ഫിറാഖൻ അല്ലെങ്കിൽ നല്ല രൂപത്തിൽ എന്താണ് ഫിറാഖ് വിട്ട് പിരിയുക. രണ്ട് രൂപത്തിൽ അള്ളാഹു തൗഫീഖ് നൽകും. ഇന്നല്ലാഹ് നിശ്ചയ അള്ളാഹു തആല കാന അലീമൻ ബികുല്ലി ഷൈഇൻ എല്ലാത്തിനെ സംബന്ധിച്ചും നല്ല സർവജ്ഞാനമുള്ളവനാണ്. ഖബീറൻ സൂക്ഷ്മജ്ഞാനിയാണ്. ബിൽ ബവാത്തിനി എന്താണ് അകങ്ങളെ സംബന്ധിച്ച് കല്ലവാഹിരി പുറങ്ങളെ പോലെ, പുറം അറിയുന്ന പോലെ തന്നെ അകവും അറിയുന്നു, വ്യത്യാസമൊന്നുമില്ല. വഅബ്ദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വഹിദൂഹു നിങ്ങൾ അവനെ ഏകദൈവമായിട്ട് ആരാധിക്കണം. വെറുതെ ആരാധിച്ച പോരാ, അള്ളാഹിനെ വേറെ ഒക്കെ ആരാധിക്കുക, അങ്ങനെയല്ല, അള്ളാഹിനെ മാത്രമാക്കി ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കല്ലേ ചെയ്യുന്ന ഒന്നിനെയും. അഹ്സിനു ബിൽ വാലിദൈനി നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇഹ്സാൻ ഒരു ഗുണം ചെയ്യൽ, ബിർറൻ അല്ലേ നന്മ ചെയ്യലിനാൽ. വലൈന ജാനിബിൻ അല്ലെ ലൈന ജാനിബ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തെ സോഫ്റ്റ് ആക്കലിനാൽ, നമ്മുടെ ജാനിബിനെ സോഫ്റ്റ് ആക്കുക. അതായത് നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്താണ് നല്ല രൂപത്തിൽ പെരുമാറുക, അവിടെ ആദരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർ ആദരവൊക്കെ നൽകലാണ് ലൈന ജാനിബ്. മറ്റേത് പൊതുഗുണങ്ങളൊക്കെ ചെയ്യുക. ഒബിദിൽ കുർബ പിന്നെ കുടുംബ ബന്ധം ഉള്ളവർക്ക്, അതായത് അൽ കറാബത്തി അല്ലെ കുടുംബക്കാർക്ക്, വലിയതാമ അനാഥകൾക്ക്, വൽ മസാക്കീനി അഗതികൾക്ക് അവരോടൊക്കെ ഗുണം ചെയ്യുക, അവർക്കൊക്കെ ഗുണം ചെയ്ത് കൊടുക്കുക. വൽ ജാരി ദിൽ കുർബ കുടുംബ ബന്ധമുള്ള അയൽവാസി അല്ലേ, ആ കുടുംബ ബന്ധമുള്ള അയൽവാസി എന്നല്ല, ഇവിടെ കുടുംബ ബന്ധമല്ല, ബന്ധമുള്ള അയൽവാസി എന്നാണ്. അൽ കരീബു മിങ്ക അതായത് നിന്നോട് അടുത്ത അയൽവാസി. ഒന്നുകിൽ ഫിൽ ജവാരി എന്താണ് അയൽപക്കത്തിൽ തന്നെ അടുത്ത്, അതായത് നല്ല അടുത്ത അയൽപക്കം ഉണ്ടാവില്ലേ, അവൻ്റെ സഭ അല്ലെങ്കിൽ കുടുംബബന്ധം കൂടിയുള്ള അയൽവാസി, അങ്ങനെ ആയിക്കോട്ടെ അവരോട്. പിന്നെ വൽ ജാരിൽ ജുനുബി അകന്ന അയൽവാസി. അകന്ന അയൽവാസി എന്ന് വെച്ചാൽ അൽ ബഈദി അങ്ക നിന്നെ തൊട്ട് അകന്ന. ഫിൽ ജവാരി അവിന്നസബി അങ്ങനെ തന്നെ അയൽപക്ക ബന്ധത്തിൽ കുറച്ച് അകന്ന അയൽവാസി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവിന്നസബി കുടുംബപരമായിട്ട് എന്താണ് അകന്ന എന്തുവാ പലതരത്തിലും വരും. രണ്ടും അടുത്തുണ്ടാകും, രണ്ടും അകന്നുണ്ടാകും, അവരൊക്കെ ഇതിൽ വരും. പിന്നെ വസാഹിബി ബിൽ ജംബി. ജംബ് എന്ന് വെച്ചാൽ പാർശ്വമാണ്. പാർശ്വത്തിനോട് സാഹിബായ പറ്റിപ്പിടിച്ചിട്ട ആൾ, അതായത് പാർശ്വത്തോട് നമ്മോട് ബന്ധപ്പെടുന്ന ആൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന റഫീഖ് നല്ല അടുത്ത സുഹൃത്താണ്. റഫീഖ് ഫി സഫരി ഒരു യാത്രയിലൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ബന്ധമായിരിക്കും ഒരാളുണ്ടാവുക. അപ്പോൾ യാത്രയിലുള്ള റഫീഖ് സഹകൂട്ടുകാരൻ അല്ലേ, സഹയാത്രികൻ, അവനോട് സനാത്ത് അല്ലെങ്കിൽ ജോലിയിൽ നിർമ്മാണത്തിൽ നമ്മളെന്തെങ്കിലും ഒരു പണിയിൽ ഏർപ്പെടുക, നമ്മളെന്തെങ്കിലും പണിക്കാരനാണ് നമ്മുടെ കൂടെ പണിയുന്ന ആൾ, അവരൊക്കെയാണ് സാഹിബ് ബിൽ ജംബി. വക്കീൽ വേറൊരു അഭിപ്രായമുണ്ട് അസൗജത്ത് ഭാര്യയാണ് എന്ന്. അപ്പോൾ ഭാര്യ എന്നുള്ളത് നമ്മുടെ പാർശ്വത്തിൽ കടന്നുറങ്ങുന്ന ആളാണല്ലോ. അപ്പം ഇവരോടൊക്കെ നിങ്ങൾ നന്മ ചെയ്യുക. പിന്നെ വബിനി സബീലി വഴിയാത്രകനോട്, എങ്ങനെയുള്ള യാത്രകനെ വെറി യാത്രകൻ അൽ മുൻകത്തി ഫി സഫരി തൻ്റെ യാത്രയിൽ മുറിഞ്ഞുപോയി, അതായത് സമ്പത്തൊക്കെ അടിച്ചു മാറ്റപ്പെട്ടു, അങ്ങനെയൊക്കെ. വമാമലക്കത്ത് ഐമാനിക്കും നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ ഒന്ന്, അതായത് മിനൽ അരിഖ അല്ലെ അടിമകൾ, ആ അടിമകളോട് ഗുണം ചെയ്യുക. ഇന്നല്ലാഹ നിശ്ചയ അല്ലാഹു തആല ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല മനോരത്തിനെ കാനവനായിട്ടുണ്ട്. മുഖ്താൽ എന്ന് വെച്ചാൽ മുതക്കബിറൻ അഹങ്കാരിയായിട്ടുണ്ട്. ഫഹൂറ വല്ലാതെ ഫഹർ അല്ല ഡംബ് ഉള്ളവനായിട്ടുണ്ട്. മറ്റേ അഹങ്കാരം എന്ന് വെച്ചാൽ രണ്ടും ഒരേ മാനം. മുതക്കബിർ അല്ലെ അഹങ്കരിക്കുക, ഫഹൂറ എന്ന് വെച്ചാൽ ഫഹർ ബാക്കിയുള്ളവരുടെ മേലെ ആലന്യാസ് ജനങ്ങളുടെ മേലെ ഫഹർ ആയിട്ട് ജനങ്ങളെക്കാളൊക്കെ ഉന്നമനാണെന്നുള്ള ബിമാ ഊത്തി അവന് നൽകപ്പെട്ട ഒന്നുകൊണ്ട് അവരൊന്നും അല്ല ഇഷ്ടപ്പെടുന്നില്ല. അല്ലദീന ഒരു കൂട്ടർ മുപ്പത്തതാണ്. യബ്ഖലൂന അവർ പിശുക്ക് വെക്കുന്നു. ബിമാ ഒന്നിനെ കൊണ്ടെന്ന് വെച്ചാൽ ഒന്നിനെ അവർ പിശുക്ക് വെക്കുന്നു. യജിബു അലൈഹിം അവരുടെ മേൽ അവരുടെ മേൽ നിർബന്ധമായ ഒന്ന് അല്ലേ, അതായത് സക്കാത്ത്. പിന്നെ സക്കാത്ത് അല്ലാത്ത നിർബന്ധം മറ്റ് ദാനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ കൊടുക്കാതെ പിശുക്ക് വെക്കുന്നു. പിന്നെ വയമുറൂന നാസ് ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ ബിൽബുഖലി ബിഹി അതിനെ കൊണ്ട് പിശുക്ക് വെക്കാൻ, അതായത് അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പിശുക്ക് വെക്കുന്നു. വയക്തുമൂന അവരെ മറച്ചു വെക്കുന്നു. ഒന്നിനെ ആത്താഹും അള്ളാഹു നൽകി അവർക്ക് അള്ളാഹു അതിനെ നൽകി. ആ ഒന്ന് എന്തിനാ മിൻ ഫദ്ലി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനാൽ. അത് എന്തിനാ എന്തൊക്കെ ആയിട്ട് വരും? പിന്നെ ഇൽമി വിജ്ഞാനം,
അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ കത്തുമിൽ ഇൽമിനെ മറച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വൽമാലി ധനം. അപ്പം അതിനെയൊക്കെ മറച്ചു വെക്കുക, അങ്ങനത്തെ ആളുകൾ വഹുമുൽ യഹൂദ്, അവർ ജൂതന്മാരാണ്. അപ്പോൾ ഹബറിൽ മുത്തൻ്റെ ഹബറോ അത് പറഞ്ഞിട്ടില്ല, അത് ഇതാണ് ലഹും അവർക്കുണ്ട് വഈദുൻ ഷദീദ്, ശക്തമായ താക്കീതുണ്ട്, മുന്നറിയിപ്പുണ്ട് എന്നാണ്. അത് കളയപ്പെട്ടാണ്, അത് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വിഷയം പറയാം. അവരെ സംബന്ധിച്ച് തന്നെ പറയുന്നത് വാഴത്തതിനെ നാം തയ്യാറാക്കേണ്ടത് കാഫിരീങ്ങൾക്ക്, സത്യനിഷേധികൾക്ക്, പിതാർക്ക് ഇതിൻ്റെ പേരിൽ, അതായത് അവർക്ക് നല്ല കാര്യങ്ങൾ മറച്ചു വെച്ചു, അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ അവർ ചെലവഴിച്ചില്ല, പിശുക്കി വെച്ചു. അത് കാരണത്താലോ വൈരി മറ്റു കാരണത്താലൊക്കെ കാഫിരീങ്ങൾക്ക് നാം തയ്യാറാക്കിയിട്ടുണ്ട് അതാവും മുഹീന, നിന്യാജനകമായ ശിക്ഷ. അതായത് ഇഹാനത്തിന് നിന്യതയുള്ള ശിക്ഷ, അത് കിട്ടുന്നവർക്ക് നിന്യത ഉണ്ടാവും.